ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോമോസ് ചട്നി ആണ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയി ഇത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 10-11 ഡ്രൈ ചില്ലീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളുടെ ഡ്രൈ ചില്ലീസിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 11 എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് 11 എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തോ കേട്ടോ. കാരണം ഇതിൽ ഇങ്ങനെ ഇട്ട് പുഴുങ്ങിയെടുക്കണ പോലെ നമ്മൾ സ്റ്റീമല്ല, നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഇട്ട് വേവിക്കണം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം കിടന്നാലും കുഴപ്പമില്ല. ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 3 തക്കാളി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15 ഡ്രൈ ചില്ലീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 3 തക്കാളി തന്നെ എടുത്താൽ മതി. പിന്നെ ഈ റെഡ് ചില്ലീസിൻ്റെ ഞെട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടിടാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും മിക്സിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും അതൊക്കെ കളഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പം നോക്കിയാൽ നല്ലപോലെ ഇത് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡ്രൈ ചില്ലീസൊക്കെ നല്ല ടെൻഡറായി നല്ല വീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോസൊക്കെ സ്കിന്നൊക്കെ പീൽ ഓഫായി വരും, കാരണം സ്കിൻ നല്ലപോലെ വിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ടൈം ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി മിക്സിലിട്ട് അടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് തണുത്തിട്ട് വേണം മിക്സിലിട്ട് അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. സംഭവം ഞാനിപ്പോൾ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, നല്ലപോലെ സ്കിന്നൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ശരിക്കും നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ പ്യൂരിയാക്കി വെക്കാം. നമ്മൾ സ്കിന്നും ടൊമാറ്റോൻ്റെ സ്കിന്നും ഡ്രൈ ചില്ലീസിൻ്റെ അട്ടൊക്കെ കളഞ്ഞിട്ടാണ് അടിച്ചത്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി ആ ജിഞ്ചർ ഗാർലിക്കൊക്കെ നല്ലപോലെ മൊരിയണം. അതുവരെ നമ്മൾ നല്ലപോലെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ എന്തിലിട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ജിഞ്ചർ ഗാർലിക്ക് ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ഞാനത് ഇടാറുണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനിയിപ്പോൾ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം സോയാ സോസാണ് ഇട്ടിരിക്കുന്നത്. ഇതിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലീസിൻ്റെയും ടൊമാറ്റോൻ്റെയും പ്യൂരി നമ്മൾ മിക്സിയിലൂടെ അടിച്ചു വെച്ചതാണ്. അതുകൂടി നമുക്ക് ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം മോമോസിലൂടെ മാത്രമല്ല, നമുക്ക് എന്തിൻ്റെ കൂടെ തന്നെ കഴിക്കാം. പക്ഷേ എനിക്ക് മോമോസിലൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഇതിന്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം, പക്ഷേ 1 ടീസ്പൂൺ മതി. കാരണം നമ്മൾ ഓൾറെഡി ടൊമാറ്റോ ഇട്ടേക്കണ കൊണ്ടിട്ട് ഒരുപാട് ടൊമാറ്റോൻ്റെ ടേസ്റ്റ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. നിങ്ങൾ ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെയിം റിസൾട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് വിനീഗറാണ്. 1 ടീസ്പൂൺ വിനീഗറാണ് ഒഴിച്ചത്. ഇനി നല്ലപോലെ ഇത് തിളച്ചൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം ഉപ്പ് കൂടി ഇടാം. എല്ലാവരും ഉപ്പിൻ്റെ ടേസ്റ്റ് അവനവരുടെ ടേസ്റ്റാണ്. ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് ട്രൈ ചെയ്തെടുക്കാം. കാരണം ഇത് അധികം സമയം എടുക്കത്തില്ല. കൂടി വന്നാൽ സമയം എടുക്കുന്നത് ആ ടൊമാറ്റോയും ഡ്രൈ ചില്ലീസും ഒന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ചൂടാറിയിട്ട് മാത്രമേ ബ്ലെൻഡറിലിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് സ്റ്റീംഡ് മോമോസും എടുത്തിട്ടുണ്ട്, ഫ്രൈഡ് മോമോസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ ചട്നി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണെന്ന്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും.